ഡേ കെയറുകൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ വളരെ സന്തോഷത്തോടെയാണ് രക്ഷിതാക്കളെല്ലാം സ്വീകരിക്കുന്നത്. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് ഡേ കെയറുകൾ നടത്താനാകുന്നത് ഈ രംഗത്തെ കള്ളനാണയങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് ഡേ കെയർ നടത്തിപ്പുകാരും കരുതുന്നു. കൊച്ചി പാലാരിവട്ടത്തെ ഡേ കെയറിൽ 1.5 വയസ്സുകാരനെ നടത്തിപ്പുകാരി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഡേ കെയറുകളെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ പ്രഖ്യാപിച്ചത്. ഡേ കെയറുകൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്നതും നടത്തിപ്പിന് കർശന വ്യവസ്ഥകൾ കൊണ്ടുവരുന്നതും കുട്ടികൾക്ക് സുരക്ഷിതമായ പരിപാലന കേന്ദ്രങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ. നമുക്ക് ടെൻഷനും മറ്റു കാര്യങ്ങളില്ലാതെ ജോലിക്ക് പോകാൻ പറ്റും. പിള്ളേരുടെ ഇത് സന്തോഷമുള്ള നമ്മുടെ ഇത്. ഇപ്പം അതിന് അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ആളുകൾ അവിടെയുണ്ടോ, വിദ്യാഭ്യാസം ഉള്ളവരാണോ ഇത് നടത്തുന്നതെന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ളവർ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ടീച്ചർമാർക്കും ആയമാർക്കും ഓണർക്കും ഒരു ഗവൺമെന്റിന്റെ നിലയിലെന്നൊക്കെ ഒരു ക്ലാസ് അവർക്കൊരു ക്വാളിഫൈനുള്ള ഒരു എക്സാം പോലെ എന്തെങ്കിലും ചെയ്താൽ അത്രയും ഉപകാരം. മതിയായ സൗകര്യങ്ങളോടെ നടത്തുന്ന ഡേ കെയറുകൾക്ക് രജിസ്ട്രേഷൻ എന്നത് മികവിനുള്ള അംഗീകാരമാണെന്ന് ഡേ കെയർ നടത്തിപ്പുകാർ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തവരും കുട്ടികളെ ശരിയാവണ്ണം പരിചരിക്കാത്തവരും രംഗം വിടുന്നതാണ് നല്ലതെന്നാണ് ഇവരുടെ അഭിപ്രായം. രജിസ്ട്രേഷനൊക്കെ വേണം, അത് നല്ല കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഈ രീതിയിലൊക്കെ നടത്തുമ്പോൾ രജിസ്ട്രേഷൻ പിന്നെ ലൈസൻസ് അതൊക്കെ അത്യാവശ്യം, അതൊക്കെ വേണ്ടതാ. ഇതൊക്കെ നിയന്ത്രണങ്ങളുമായി സർക്കാർ തന്നെ രംഗത്തെത്തുന്നതോടെ ശിശുപരിപാലന കേന്ദ്രങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് VK സോന, ഏഷ്യാനെറ്റ് ന്യൂസ്.